ചക്കയോടുള്ള പ്രിയമാണ് ചക്കക്കൊമ്പന്റെ പേരിന് കാരണം. ചക്കക്കാലമായാൽ ഒറ്റയാൻ ജനവാസ മേഖലയിൽ സജീവമാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ കൊഴിപ്പന്നക്കുടി സ്വദേശിയായ രാജാറാമിന്റെ കൃഷിയിടത്തിലെത്തിയ ആന കൃഷിയിടത്തിലെ പ്ലാവിൽ നിന്നും ചക്ക പറിക്കുവാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. വളർത്തുനായ കുരച്ചു ചാടിയെങ്കിലും കൊമ്പൻ പിൻവാങ്ങിയില്ല. മൂന്ന് മണിക്കൂറോളം പ്രദേശത്ത് തമ്പടിച്ച കാട്ടാന പിന്നീട് ഇവിടെ നിന്നും അടുത്ത കൃഷിയിടത്തിലേക്ക് നീങ്ങി. പ്ലാവ് കുലുക്കിയും കുത്തിമറിച്ചും ചക്ക ഭക്ഷിക്കുക മാത്രമല്ല, ഏലവും വാഴയും അടക്കമുള്ള കൃഷിവിളകളും വ്യാപകമായി നശിപ്പിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഏക്കർ കണക്കിന് കൃഷിയാണ് ചക്കക്കൊമ്പൻ മാത്രം നശിപ്പിച്ചത്. ഇതുകൂടാതെ മറ്റ് കാട്ടാനക്കൂട്ടങ്ങളും സിംഗുകണ്ടം, BL റാവു മേഖലകളിൽ വ്യാപകമായി ഏലം കൃഷി നശിപ്പിച്ചിട്ടുണ്ട്. ഒരാഴ്ചയായിട്ട് ഇവിടെ ആനയുടെ ശല്യം ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുക. ഒന്നരയാഴ്ചയായി ഇവിടെ കോളനി വാസിയാണ്. ഇത് ലക്ഷം വീട് കോളനിയാണ്. ഈ കോളനിക്ക് സെൻറ്ററിൽ കൂടി റോഡുണ്ട്. ആ റോഡെ കൂടി താളർന്ന് കയറി വരുക. അവിടെ ചക്കയൊക്കെ കുലുക്കിയിട്ട് വീടൊക്കെ അകത്ത് കയറാനായിട്ടുള്ള ശ്രമമൊക്കെ ചെയ്ത് പിന്നെ അവസാനം ഒച്ചയിട്ട് ഓടിച്ച് അങ്ങനെ വിട്ടു. കഴിഞ്ഞവനെ അവിടെ മുകളിൽ വെച്ച് മെയിൻ റോഡിൽ ബാങ്കിൻ്റെ ഫ്രണ്ടിൽ ഇത് വന്ന് ഒരു മണിക്കൂർ രാവിലെ വെളുപ്പിനെ 4 മണിക്ക് 1 മണിക്കൂർ അവിടെ തന്നെ നിന്ന് ഒന്ന് ബേക്കറി പോട്ട് തള്ളാനായിട്ട്, അല്ലെങ്കിൽ റേഷൻ കട അവിടെ ഉണ്ട്, റേഷൻ കട പോട്ട് തള്ളാനായിട്ട്, ഇല്ലെങ്കിൽ ബാങ്കിൽ പോയി പൈസ വെള്ളം ഒഴിച്ചേക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ആർക്കറിയാം. അങ്ങനത്തെ സ്ഥിതിയൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് എപ്പോഴും നോക്കിയാലും രാത്രി നേരത്തിൽ ഒരു 10 മണിയാകുമ്പോൾ കറണ്ട് ഊരിക്കളയുക. വെളുപ്പിന് ഒരു 3-4 മണിക്കാണ് കറണ്ട് പിന്നെയും വരുന്നത്, ഇല്ലെങ്കിൽ 6 മണിക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഈ രാത്രി നേരത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ചെയ്യാനും പറ്റത്തില്ല. ഇതേ ഒരു ട്യൂബ് ലൈറ്റ് ഇട്ടേക്കുക. ഇത് അന്ന് കിടക്കുക. ഇത് ഒരു വണ്ടി പൊട്ടിച്ചിട്ടത് കണേശമ്പി കിടക്കുക. അതുപോലും നോക്കാനായിട്ട് പറഞ്ഞിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് നോക്കാനായിട്ട് ആളില്ല. പിന്നെ എന്ത് ചെയ്യാനാ? ചിന്നക്കനൽ വാസികൾക്ക് ரொம்ப ബുദ്ധിമുട്ടാണ് ജീവിക്കാനായിട്ട്. കൈവശ ഭൂമിക്ക് പട്ടയമില്ലാത്തതിനാൽ പല കർഷകർക്കും നഷ്ടപരിഹാരവും കിട്ടുന്നില്ല. പ്ലാവുകൾ വെട്ടിനീക്കുന്നതിന് കർഷകർ തയ്യാറാണെങ്കിലും കൈവശ ഭൂമിയിലെ മരം മുറിക്കുന്നതിനും അനുമതിയുമില്ല. അതേസമയം RRT സംഘത്തിന്റെ പ്രവർത്തനവും കാര്യക്ഷമമല്ലെന്നും കർഷകർ ആരോപിക്കുന്നു. സി മലയാളം ന്യൂസ്, ഇടുക്കി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.